ആദ്യം ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രത്യേകിച്ച് ധർമ്മസ്ഥലയിലെ രഹസ്യങ്ങൾ ചുരുളഴിയുമോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ന്യൂസ് 18 വാർത്താ പരമ്പര തുടരുകയാണ്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളും ഇൻഫർമേഷനുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് 18 ആണ്. ഇന്നും ഞങ്ങൾ അത്തരത്തിലൊരു ബിഗ് ബ്രേക്കിംഗ് വാർത്ത തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത്. ധർമ്മസ്ഥലയിലെ തെരച്ചിലിൽ ബംഗളകുന്നിൽ നിന്നും കണ്ടെത്തിയത് കൂടുതൽ പേരുടെ അസ്ഥികൾ എന്നതാണ് ആ വിവരം. ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീയുടേത് എന്ന് കരുതുന്ന വസ്ത്രവും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങൾ ബാംഗ്ലൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. KV ബൈജു ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഇതിൽ ഒരു പൂർണ്ണ അസ്ഥികൂടം ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നു. ഒപ്പം നിരവധി അസ്ഥികൾ ലഭിക്കുന്നു. അത് ഒരുപക്ഷെ പലതും ഒരാളുടേത് തന്നെയാകാം, ചിലപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടേതാകാം. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് വസ്തുതയാണ്, അത് സത്യമാണ് എന്നത് വീണ്ടും തെളിയിക്കപ്പെടുന്ന, സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കല്ലേ എത്തുന്നത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നലെ നടത്തിയ ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധന, അതായത് മാർക്ക് ചെയ്യാത്ത ഈ ഇടത്തിൽ നിന്നും കണ്ടെത്തിയത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം. അത് ഒരു പക്ഷെ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അതിനുമപ്പുറം ഇപ്പോൾ പുതിയൊരു കണ്ടെത്തലുള്ളത് ഇത് കൂടുതൽ ആളുകളുടെ അസ്ഥി ഇവിടെ നിന്ന് ലഭിച്ചു എന്നാണ്. അതായത് 60ഓളം അസ്ഥി കഷ്ണങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടത്തിന് പുറമെ 60ഓളം അസ്ഥികളും ഇവിടെ നിന്ന് ലഭിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് എത്ര പേരുടെ മൃതദേഹം അവശിഷ്ടമാണ്, ഇത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണ്, ഇത് ആരുടേതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരാനുണ്ട്. അത് വിദഗ്ധ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. അത് മാത്രമല്ല, ഇത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ, ഇതിലൊരു പ്രാഥമിക നിഗമനം എന്തായാലും എത്തിയിട്ടില്ല. ഏതായാലും ഒരു സ്ത്രീയുടെ തോന്നിപ്പിക്കുന്ന വസ്ത്രം, ഒരു പോളിസ്റ്റർ സാരി ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന മറ്റൊരു സുപ്രധാന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ ഈ സമയം വരെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് ഒരു പക്ഷേ മാർക്ക് ചെയ്യാത്ത ഈ ഇടത്തു നിന്നാണ്. അതായത് 11ാം പോയിന്റിലാണ് പരിശോധന നടത്തേണ്ടിയിരുന്നത്. പക്ഷേ നേരെ സംഘം പോയത് ഈ കാട്ടിനകത്തേക്കാണ്. ഇവിടെ നടത്തിയ തെരച്ചിലാണ് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഒരു സ്ഥലത്ത് നടത്തിയ തെരച്ചിലാണ് ഇത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഈ പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിശോധനയും ഇതേ സ്ഥലത്തായിരിക്കും. 11ഉം 12ഉം 13ഉം അടയാളപ്പെടുത്തിയ സ്ഥലം ഇനി തിരച്ചിൽ നടത്താൻ ബാക്കിയുണ്ട്. പക്ഷേ അതിലും കൂടുതൽ നിരവധി ആളുകളെ കൂട്ടത്തോടുകൂടി സംസ്കരിച്ച സ്ഥലം ഇതിനകത്തുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി ഇന്നലെ വെളിപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ സ്ഥലം ഇയാൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പെട്ടെന്നായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം. ഇത്തരത്തിൽ റോഡിന് ചേർന്ന് 3 പോയിന്റാണ്, 2 പോയിന്റും റോഡിന് ചേർന്നാണ് പരിശോധിക്കാനുള്ളത്. ഒന്ന് സ്നാനഘട്ടിയിലാണ്. ഇതിന് ഇടയിലൂടെ കടന്ന് വനത്തിനകത്ത് ഒരു വലിയ 100 മീറ്ററോളം ദൂരത്തിൽ വലിയ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടത്. കൃത്യമായ സ്ഥലം ശുചീകരണ തൊഴിലാളി ഓർത്ത് ആ സ്ഥലം കുഴിച്ച് പരിശോധിക്കാൻ പറയുന്നു. അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് അസ്ഥികൾ ഉള്ളത് കൊണ്ടാണ് സമയമെടുത്തത്. 11:30-12 മണിയോടുകൂടി ആരംഭിച്ച ഈ ഓപ്പറേഷൻ വൈകിട്ട് 6:30 വരെ നീണ്ടു നിന്നു. ഭക്ഷണം പോലും കഴിക്കാതെ ഉള്ള ഒരു പരിശോധനയായിരുന്നു ഇന്നലെ കണ്ടതെങ്കിൽ ഇന്ന് ഇനി ഏത് പോയിന്റ്, അതായത് വനത്തിനകത്താണോ, കൂടുതൽ വനത്തിനകത്ത് ഇത്തരം സ്പോട്ടുകളുണ്ടോ, അതല്ല 11ഉം 12ഉം 13ഉം നേരത്തെ ബാക്കി വെച്ച സ്ഥലങ്ങൾ പരിശോധിക്കുമോ, ഇതെല്ലാം ഇനി SIT എത്തിയാൽ മാത്രമേ അറിയൂ.
വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഇന്നലെ പരിശോധന. പക്ഷേ അത് കൃത്യമായി എന്തൊക്കെ അവിടെ നിന്നും വസ്തുക്കൾ ലഭിച്ചു, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു, ഇതെല്ലാം ന്യൂസ് 18 കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഏതായാലും ഇന്നും വളരെ വളരെ നിർണായകമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാക്ഷിയുടെ മൊഴി അത് ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ ദിവസങ്ങളും ഈ ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന ഓരോ റിപ്പോർട്ടുകൾ. എന്തായാലും ജൂലൈ 3-നാണ് ഈ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകുന്നത്. 4-ന് പരാതി ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 19-ാം തീയതി SIT അന്വേഷണം വരുന്നു. 2 ആഴ്ച പിന്നിട്ടപ്പോൾ വലിയ തോതിലുള്ള തെളിവുകൾ കണ്ടെത്തി. ഇന്ന് 7-ാം ദിനം, കുടിച്ചുള്ള പരിശോധന 7-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ സംഘം പ്രതീക്ഷിക്കുന്നത്. SITയുടെ ശാസ്ത്രീയമായ രീതിയിലുള്ള കൃത്യമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നുവെന്ന് വേണം പറയാൻ. ഏതായാലും കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കിയതിന് ശേഷം ബൈജു നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ആദ്യം 13 സ്ഥലങ്ങളായിരുന്നു സ്പോട്ട് ചെയ്തത്. പിന്നീട് ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ 13 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യുമ്പോഴും ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് കൃത്യമായൊരു സ്പോട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നത് പ്രയാസകരമാണ്. ഇത്രയധികം അസ്ഥിയും അസ്ഥിഭാഗങ്ങളും അസ്ഥികൂടവും ഒക്കെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇനിയും അതായത് കൂടുതൽ തെരച്ചിലിനുള്ള സാധ്യത എത്രത്തോളമാണ്? അതോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യമുണ്ടായിരുന്നല്ലോ. ഈ ശരീരഭാഗങ്ങളോ അസ്ഥിയോ ഒക്കെ മണ്ണിനടിയിൽ ഉണ്ട് എങ്കിൽ അത് സെൻസ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക സംവിധാനമടക്കം ഇപ്പോഴുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമുണ്ടല്ലോ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ശുചീകരണ തൊഴിലാളി ഇനി കൂടുതൽ സ്പോട്ടുകൾ കാണിച്ചു തന്നാൽ അവിടേക്ക് പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഏത് പ്രദേശവും വിശദമായി പരിശോധിക്കുമെന്നാണ് SIT ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവരാനാണ് SIT ആലോചിക്കുന്നത്. അതാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് 1 മുതൽ 10 വരെയുള്ള ഈ സ്പോട്ടുകളിൽ പരിശോധിക്കുമ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചത് 40 വർഷത്തിലെ പഴക്കമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായൊന്നും ലഭിച്ചില്ല. ഇതിൽ ഏറ്റവും 6-ാമത്തെ ഒരു പോയിന്റിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് ഈ സ്ഥലങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നത്. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ കൃത്യമായ സ്ഥലത്ത് നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ, അത് 4 പേരുടേതിലധികം മൃതദേഹാവശിഷ്ടങ്ങളുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത് കൃത്യമായ വിവരം വരുന്നത് മുറയ്ക്ക് നമുക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നിലവിൽ നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു മൃതദേഹം പൂർണ്ണ മനുഷ്യന്റെ, അതായത് അസ്ഥികൂടമാണ്. അത്തരത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത് കൂടുതൽ വിവരങ്ങൾ അറിയൂ. ഇത് കൊലപാതകമാണോ, അതല്ല എത്ര വർഷം പഴക്കമുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഇതിൽ വളരെ പ്രധാനമാണ്. എന്തായാലും അത് ഫോറൻസിക് പരിശോധന അയച്ചിട്ടുണ്ട്. പ്രാഥമിക ഈ പരിശോധന ഫലം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഈ 6-ാം പോയിന്റിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടം അത് 33 വയസ്സ് പ്രായമുള്ള പുരുഷന്റേതാണെന്ന പ്രാഥമിക ഫോറൻസിക് പരിശോധന ഫലം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണ്, എങ്ങനെയാണ് അത് കൊല്ലപ്പെട്ടതാണോ അല്ല ആത്മഹത്യയാണോ, അത്തരം കാര്യങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ മനസ്സിലാക്കൂ. അതേ രീതിയിലാണ് ഇപ്പോൾ ലഭിച്ച സ്ഥലവും. ഏതായാലും ഇന്നത്തെ 11:30യോടുകൂടി ഈ സംഘം എത്തുമ്പോൾ ഏത് ഭാഗത്താണ് പരിശോധന നടത്തുന്നത്, ഈ വനത്തിനകത്ത് ബംഗളക്കുന്ന് എന്ന് പറയുന്ന, നാട്ടുകാർ ബംഗളക്കുന്ന് എന്ന് വിളിക്കുന്ന ധർമ്മസ്ഥല നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്താണോ, അവിടെ കൂടുതൽ സ്പോട്ടുകൾ ഉണ്ടോ, അതാണ് ഏറ്റവും പ്രധാനം. 11, 12, 13 പരിശോധിക്കാനുണ്ട്. അതിനിടയിലാണ് കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ കൂട്ടത്തോടെ സംസ്കരിച്ച സ്ഥലം എന്ന ശുചീകരണ തൊഴിലാളി അവകാശപ്പെട്ടതും അവിടെ പരിശോധന നടത്തിയതും അവിടെ ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ കിട്ടിയതും. അത് ഏതായാലും 11:30യോടുകൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. SIT വൃത്തങ്ങളിൽ നിന്നും ഒരു വിവരവും പുറത്തു പോകുന്നില്ല. കൃത്യമായ ആധികാരികമായ അതാണ് ഈ ബൈജു സൂചിപ്പിക്കുന്ന പോലെ SITയിൽ നിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഇൻഫർമേഷനുകളും പുറത്തു പോകുന്നില്ല. അത് ആ സ്വഭാവം സൂക്ഷിക്കേണ്ടത് അവരുടെ ആവശ്യകത കൂടിയാണ്. ഒപ്പം ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുണ്ടല്ലോ ബൈജു, അതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിപ്പോൾ ഒരു അസ്ഥികൂടം അതേതാണ്ട് പൂർണ്ണമായും ഒരു ശരീരത്തിൻ്റേത് എന്ന നിലയിലേക്ക് കിട്ടി, മറ്റുള്ളതെല്ലാം അസ്ഥികൂട ഭാഗങ്ങളാണ്, അസ്ഥികളാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളിക്ക് കുഴിച്ചിടേണ്ടി വന്നത് അങ്ങനെ പൂർണ്ണകായമായിട്ടുള്ള മനുഷ്യനെയൊന്നും ആകണമെന്നില്ലല്ലോ. ചിലത് കത്തിക്കരിഞ്ഞ നിലയിലാകാം, ചിലത് ശരീരഭാഗങ്ങളാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം കൂടിയാണോ പറഞ്ഞിരുന്നത്? ആ നിലയിൽ കൂടി വിലയിരുത്തുമ്പോൾ ഈ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ? തീർച്ചയായും അത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് അഭിലാഷ്, ഇതിൽ ഒരു പരാതിയുള്ളത് അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്.
അതായത് 23 വർഷം മുൻപ് MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ KV ബൈജുവാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തൊഴിലാളി, ശുചീകരണ തൊഴിലാളി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ഇടത്തു നിന്ന് തന്നെയാണ് അസ്ഥി കണ്ടെത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഏറെ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കേട്ടുനിന്നത്. എന്നാൽ പിന്നീട് ഈ വാർത്തകൾ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടന്നിരുന്നു. പക്ഷേ ന്യൂസ് 18 ഈ വാർത്തയിൽ തന്നെ തുടരുകയും ആ വാർത്തയിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ബൈജു ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് ബൈജു സൂചിപ്പിച്ചിരുന്നത്. അനന്യ ഭട്ടിന്റെ വിഷയമാണ്. എന്തായിരുന്നു അത്? അഭിലാഷ്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ അനന്യ ഭട്ടിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മാറും. അതാണ് SIT സംഘം കാര്യമായി പരിശോധിക്കുന്നതെന്ന് വേണം പറയാൻ. ഈ 11-ാം പോയിന്റ്, 12-ാം പോയിന്റ്, അതുപോലെ വനത്തിനകത്ത് ഇത്തരം സ്ഥലങ്ങളിൽ ഈ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് നൽകിയ ആ സമയത്ത് അനന്യ ഭട്ടിന്റെ വസ്ത്രങ്ങൾ, രൂപസാദൃശ്യം, ഇതൊക്കെ ശുചീകരണ തൊഴിലാളിക്ക് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ശുചീകരണ തൊഴിലാളിക്ക് അതുപോലുള്ള ഒരു പെൺകുട്ടിയെ ഈ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സംസ്കരിച്ചതായ ഒരു ഓർമ്മയുണ്ട്. ആ ഒരു മൃതദേഹമാണ് ഇപ്പോൾ പ്രധാനമായും തേടുന്നത്. അങ്ങനെ ആ മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ കേസിന്റെ ഗതി തന്നെ മാറും. അതിൽ പരാതിക്കാരുണ്ട്, DNA പരിശോധനാ ഫലം എടുക്കാൻ ആളുണ്ട്. ആ ഒരു മൃതദേഹാവശിഷ്ടമാണ് ഇപ്പോൾ കാര്യമായി ഈ ശുചീകരണ തൊഴിലാളിയും SITയും തേടുന്നത്. ഒരു പക്ഷേ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ആ മൃതദേഹം കിട്ടും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. അതായത് ഒരു ഷൂസ് ധരിച്ച, പോളിസ്റ്റർ വസ്ത്രമണിഞ്ഞ അനന്യ ഭട്ട്, രൂപ സാദൃശ്യം, അതൊക്കെ കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കൊരു ഓർമ്മയുണ്ട് അത്തരത്തിലൊരു മൃതദേഹം എത്തിയത്. അത് വലിയ തോതിൽ ഈ ഭാഗത്തെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ആ വസ്തുത വരും മണിക്കൂറുകളിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. കൃത്യമായി സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനാകൂ. കാരണം ഈ കേസിന്റെ നിർണായകമായ ഒരു നീക്കമായിരിക്കും ആ മൃതദേഹം ലഭിക്കുക എന്നത്. അനന്യ ഭട്ടിന്റെ മൃതദേഹം ഈ പ്രദേശത്ത്, ഈ ബംഗളക്കുന്നിന്റെ പരിസരത്ത് 11, 12 എന്ന് മാർക്ക് ചെയ്ത സ്ഥലം, ഒപ്പം ഈ വനത്തിൽ പുതുതായി ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലം, ഒരുപക്ഷെ 14 എന്ന നമ്പർ നമുക്ക് ആ സ്ഥലങ്ങളെ വിളിക്കാം. കാരണം ഇപ്പോൾ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയ സ്പോട്ട് അത് 14ആയി മാറിയിരിക്കുന്നു. ഇനി ഈ 14-ന് സമീപമാണോ ഈ സ്ഥലം? അത് ഇന്ന് നിർണായകം. 11:30 ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഇനി ഈ ഭാഗങ്ങൾ തന്നെ പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ മൃതദേഹം കണ്ടെത്തുക, ആ സംശയം തീർക്കുക. ഒരു പക്ഷേ ആ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന് വലിയ തെളിവായി അത് മാറും. അങ്ങനെയാണെങ്കിൽ കേസ് വലിയ തോതിൽ മാനമുണ്ടാകും. ഇതിൽ ഏറ്റവും കൂടുതൽ പരാതി ഉള്ള ഒരു കേസ് 23 വർഷത്തിന് ശേഷമാണ് ഈ അമ്മയുടെ പരാതി പോലും സ്വീകരിച്ചത്. അമ്മയ്ക്ക് തന്റെ മകൾ നഷ്ടപ്പെട്ടു എന്ന കൃത്യമായ ബോധ്യമുണ്ട്. ആ അമ്മ പറയുന്നത് ഇതാണ്: നമ്മൾ കഴിഞ്ഞ ഓരോ ദിവസവും കൊടുത്തതാണത്, പറഞ്ഞതാണ്. അതായത് ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം ചെയ്യാനെന്നാണ്. ആ അമ്മ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ആ ഒരു മൃതദേഹാവശിഷ്ടം ഇവിടെ ഉണ്ടെന്ന് സാക്ഷി മൊഴിയുണ്ട്. അതോടൊപ്പം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 15 മണിക്കൂറാണ് ഈ സാക്ഷിയുടെ മൊഴി ഇത്തരത്തിൽ SIT രേഖപ്പെടുത്തിയത്. വളരെ ഇയാളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. ഇന്നലെ 11-ാം സ്പോട്ടായിരുന്നു തെരച്ചിൽ നടത്തേണ്ടത്. പക്ഷേ സാക്ഷി അപ്രതീക്ഷിതമായി ഒരു പോയിന്റ് ഉണ്ട്, നേരത്തെ ഒന്നും പറയാത്ത, സൂചിപ്പിക്കാത്തൊരു പോയിന്റ് ഉണ്ട്. അവിടെ പരിശോധന നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ സംഘം അവിടെ പരിശോധന നടത്താൻ തയ്യാറാവുന്നു. അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. ഇന്നും സമാനമായ രീതിയിൽ വനത്തിനകത്താണ് പരിശോധന നടത്തുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ SITയുടെ നീക്കങ്ങൾ ഒന്നും തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. അവർ കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളിയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ പറയാൻ. ഇതിനിടയിൽ തന്നെ ഇന്ന് 4 പരാതികൾ ഇപ്പോൾ പുതുതായി, അതായത് തിരോധാനം, അസ്വാഭാവിക മരണം, ഇത്തരത്തിൽ 4 പുതുതായ പരാതി കൂടി ധർമ്മസ്ഥല പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത്തരം കൂടുതൽ പരാതി വരുന്നതും മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ കൂടുതൽ ലഭിക്കുന്നതും അത് DNA പരിശോധന മാച്ച് ചെയ്യുന്നതിന് ഉപകരിക്കും. ഈ കേസിന്റെ തെളിവുകൾക്ക് അത് വലിയ നിർണായകമായി മാറുകയും ചെയ്യും. എന്തായാലും SIT ഇതിൽ ഇനിയിപ്പോൾ ഈ സാക്ഷി നൽകിയ മൊഴിയുണ്ട്. ഏറ്റവും പ്രധാനം, ആരാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ആരാണ് തനിക്ക് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ എത്തിച്ചെന്നത്, അവരുടെ പേരുകൾ സാക്ഷി കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ ആളുകളെ ഇനി ചോദ്യം ചെയ്യുമോ? അത് ഇന്നത്തേക്കുണ്ടാകും. ഏതായാലും SITയുടെ നിരീക്ഷണത്തിലാണ് ഈ ആളുകളുള്ളത്. അവരെ ഏത് സമയത്ത് ചോദ്യം ചെയ്യുമെന്നതും ഇനി വളരെ പ്രധാനമാണ്. ഇനിയുള്ള ഓരോ നീക്കങ്ങളും SITയുടെ സുപ്രധാന നീക്കങ്ങളായിരിക്കും.
പ്രവചനാതീതമാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന ഒരു വസ്തുക്കളുടെയും വിശദമായ കാര്യം അല്ലെങ്കിൽ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വിവരവും SIT പുറത്തുവിട്ടിട്ടില്ല. ഇത് നമുക്ക് ലഭിക്കുന്ന വളരെ വിശ്വസനീയമായ സോഴ്സിൽ നിന്നും നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്ന ഓരോ വാർത്തകളാണ്. ഏതായാലും നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തകളെല്ലാം ശരിയാവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഈ വാർത്ത നമ്മളാണ് ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. കൃത്യമായി 6:00 മൃതദേഹ ആവശ്യങ്ങളെല്ലാം പുറത്തേക്ക് ഇത്തരത്തിൽ ബോക്സുകളിലാക്കിയും കൃത്യമായി അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അതിൽ ഇപ്പോൾ ഉള്ള തെളിവുകൾ നശിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ 6:00 കണ്ടത്. എന്നാൽ ഇന്നത്തെ പരിശോധന അത് എവിടെ നടക്കും, അത് ഏത് രീതിയിലായിരിക്കും, അതിനി പുതിയ ഒരു സ്പോട്ടുകളുണ്ടോ, അത്തരം കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിന് ഇനി 11:30 മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. 11:30 തന്നെയാണ് ഇന്നത്തെ പരിശോധന ആരംഭിക്കുക. അവിടെ KV ബൈജു പറഞ്ഞു വെച്ച അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അനന്യ ഭട്ടിനെ കാണാതായിട്ട് 2 പതിറ്റാണ്ടിലേറെയായി. ആ 2 പതിറ്റാണ്ട് മുമ്പാണ് ഇതുപോലെ ഒരു പെൺകുട്ടിയെ, അതായത് അനന്യ ഭട്ടിന്റെ അമ്മ പറയുന്നത് പോലെയുള്ള ലക്ഷണങ്ങളുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം തനിക്ക് കുഴിച്ചിടേണ്ടി വന്നത് എന്നുകൂടി ആ ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് അനന്യ ഭട്ടിൻ്റെതാണ് എങ്കിൽ തീർച്ചയായും ആ അമ്മ ഇതേ അന്വേഷണ സംഘത്തിലൊക്കെ ഭാഗമാകേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി കേസുകളൊക്കെ അന്വേഷിച്ചിട്ടുള്ള ഒരു സംഘത്തിൻ്റെ കൂടി ഭാഗമായിരുന്ന അമ്മയാണ്. ആ അമ്മ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ പറഞ്ഞത് 2 പതിറ്റാണ്ടിലേറെയായി എൻ്റെ മകളെ കാണാതായിട്ട്, അവൾ ഇനി തിരിച്ചു വരും എന്നെനിക്ക് പ്രതീക്ഷയില്ല, പക്ഷേ ഒരസ്ഥിയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ആചാരപ്രകാരം അവൾക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാം എന്നായിരുന്നു. ഇപ്പോഴും ഭയപ്പാടിലാണ് ആ അമ്മ. ആ അമ്മയ്ക്ക് ഒരു പക്ഷേ അതിനുള്ള അവസരമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇതാണ് ധർമ്മസ്ഥലയിൽ എങ്കിൽ ചേർത്തലയും ഒരു മിനി ധർമ്മസ്ഥലയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഐഷ തിരോധാന കേസിൽ റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. പോലീസിന് റോസമ്മ നൽകിയത് വ്യത്യസ്തമായ മൊഴികൾ ആണ്. ഐഷ തിരോധാനത്തെക്കുറിച്ച് റോസമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന സംശയത്തിൽ ആണിപ്പോൾ പോലീസ്. സെബാസ്റ്റ്യന്റെ മുൻ പെൺ സുഹൃത്താണ് റോസമ്മ. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന നിർണായകമായ വെളിപ്പെടുത്തൽ റോസമ്മ ന്യൂസ് 18 നൽകിയിരുന്നു. ഇതിലൂടെയാണ് ഈ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനും ഇങ്ങനെ റോസമ്മയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. അതേസമയം സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ പ്രതി സെബാസ്റ്റ്യൻ ഇപ്പോഴും ഒഴിഞ്ഞുമാറുകയാണ്. മാസങ്ങളായി വീട്ടിൽ താമസമില്ല എന്നും മറ്റാരെങ്കിലും കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടം ആകാം എന്നുമാണ് ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ മറുപടി നൽകുന്നത്. അങ്ങനെ പോലീസിനെ വഴിതെറ്റിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ വാർത്തയുടെ ഒരു ബിഗ് ഇമ്പാക്ട് എന്ന് തന്നെ പറയാം. റോസമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ശരണ്യ, റോസമ്മയുടെ പ്രതികരണം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവിടെ ഈ ഐഷയെക്കുറിച്ച്, സെബാസ്റ്റ്യന് മറ്റ് സ്ത്രീകളുമായുള്ള സൗഹൃദത്തെക്കുറിച്ചൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് റിട്ടയേർഡ് അധ്യാപിക ഇതുപോലെ സമാനമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ റോസമ്മയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നോ, അല്ലെങ്കിൽ ഐഷയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നോ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ റോസമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്ന സംശയം കൂടിയാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ടാകുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റോസമ്മയ്ക്ക് ആ കാര്യങ്ങൾ അറിയുമോ എന്നുള്ള സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂസ് 18 റോസമ്മ നടത്തിയ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും, അതായത് 2012 കാലയളവിൽ റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് ഇതിനകത്ത് സെബാസ്റ്റ്യൻ എന്ന ആളുടെ പങ്കിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, റോസമ്മ നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവച്ചു. ഐഷ തന്റെ സ്വന്തം സ്ഥലം തന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പാണ്, തലേദിവസമാണ് ഐഷയെ കാണാതാകുന്ന അടക്കമുള്ള നിർണായക വെളിപ്പെടുത്തൽ അവർ നമ്മളോട് നടത്തി. ഐഷയുടെ പണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലുള്ള അടുത്ത സൗഹൃദം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. താൻ പോയിട്ട് വന്ന, അതായത് താൻ സെബാസ്റ്റ്യനെ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് എന്നുള്ളതാണ് റോസമ്മ വ്യക്തമാക്കിയത്. പക്ഷേ താൻ ഒരു ദിവസം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഐഷയും സെബാസ്റ്റ്യനും ആ വീട്ടിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. JCB ഉപയോഗിച്ച് പുരയിടമടക്കം കിളക്കുകയും ചെയ്തിരുന്നു. അതിൽ തനിക്ക് ആ ഒരു കാര്യത്തിൽ വ്യക്തമായ റോസമ്മയുടെ വാക്കുകൾ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്. മാത്രമല്ല, ഐഷ
ഐഷയെ കാണാതാകുന്നതിൽ സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾക്ക് നൽകിയ അഭിമുഖത്തിന് ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ഒപ്പം തന്നെ 2 ടീമുകളായി ഇവരോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു രീതി ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ചില വിവരങ്ങൾ അതിനാൽ സംശയാസ്പദമായ ചില വിവരങ്ങൾ ഇവർ പങ്കുവച്ചു എന്നുള്ളതാണ്. അതായത് വീടിനോട് ചേർന്നുള്ള പുരയിടം സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് അവിടെ JCB ഉപയോഗിച്ച് കിളച്ചിരുന്നു എന്ന് ഇവർ നമ്മളോട് പറയുമ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തിനാണ് അതങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അനുവാദം കൊടുക്കാതെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നാട്ടിലായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അവർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ ചില വിരുദ്ധതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ റോസമ്മയ്ക്ക് അറിവുണ്ട് എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി ഈ വിവരങ്ങൾ റോസമ്മയിൽ നിന്ന് തേടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ മൊഴിയായിരുന്നു, നമ്മളോട് വെളിപ്പെടുത്തലായിരുന്നു ഐഷയുടേത്, ഈ റോസമ്മയുടേത്. മാത്രമല്ല തലേ ദിവസം വരെ, അതായത് ഐഷയുടെ കുടുംബത്തിനോട് തലേ ദിവസം വരെയും മക്കളോടടക്കം സംസാരിക്കുമ്പോഴും സെബാസ്റ്റ്യനും ഐഷയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള നിലപാടിലായിരുന്നു നമ്മൾ സംസാരിച്ച മലപ്പുറത്തുള്ള മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള 2 സ്ഥിരീകരണങ്ങൾ നമുക്കിപ്പോൾ പുറത്തു കൊണ്ടുവരാനായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും നിർണായകമായ റോസമ്മ, ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഗാഢതയെക്കുറിച്ച് വെളിപ്പെടുത്തിയ റോസമ്മ. ഇവർ 3 പേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഐഷയെ പരിചയപ്പെടുത്തി കൊടുത്തതും റോസമ്മയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ റോസമ്മയുടെ വീടിന് തൊട്ട് പുറകിലായാണ് ഐഷ താമസിച്ചിരുന്നത്. അത്തരത്തിലുണ്ടായിരുന്ന സൗഹൃദം, ആ സൗഹൃദത്തിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിൽ നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്ന ഒരു വിവരമാണ്. അതായത് സെയിം മോഡസിൽ തന്നെ സെബാസ്റ്റ്യൻ റോസമ്മയുടെ അയൽവാസി ഐഷയെ അപ്രോച്ച് ചെയ്ത അതേ മോഡസിൽ തന്നെ ഈ തൊട്ടടുത്തുള്ള അയൽവാസിയായ റിട്ടയർഡ് അധ്യാപികയെ കൂടി അയാൾ സമീപിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്നു. എലിസബത്ത് ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക, ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഭർത്താവ് മരിച്ചുപോയതിനു ശേഷം ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്നെയും തേടി സെബാസ്റ്റ്യൻ ഇവിടെ എത്തിയിരുന്നു എന്ന് അവർ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞു. മാത്രമല്ല അവർ ഈ ഘട്ടത്തിൽ ഇയാളെ ബന്ധുക്കളോട് വിശദാംശങ്ങൾ തേടിയപ്പോൾ വളരെ മോശക്കാരനാണെന്ന് മനസ്സിലാക്കുകയും ആദ്യഘട്ടത്തിൽ, അതായത് വീട്ടിലേക്ക് തൻ്റെ വീടും പുരയിടവും മറ്റൊരിടത്തേക്ക് വാങ്ങി നൽകാം തനിക്ക്, അതായത് വഴി പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് ടീച്ചർ താമസിക്കുന്നത്, ടീച്ചർക്ക് ഞാൻ നല്ലൊരു വീടും പുരയിടവും മറ്റൊരു സ്ഥലത്ത്, അതായത് ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് ടീച്ചർ, വിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ ടീച്ചറെ സ്വാധീനിക്കാൻ പള്ളിപ്പുറത്തെ പള്ളിയോട് ചേർന്ന് ടീച്ചറിന് ഒരു വീട് സ്ഥലവും ഹൈവേയുടെ സൈഡിൽ വാങ്ങി നൽകാമെന്ന മോഹന വാഗ്ദാനവുമായി ഇയാൾ സമീപിച്ചിരുന്നു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ. മറ്റ് കേസുകൾ ഇയാൾ സ്ത്രീകളെ സമീപിച്ച അതേ അപ്രോച്ചിൽ ടീച്ചറെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ ഇനി ഇഴകീറി പരിശോധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ടീച്ചർ തന്നെ ഇയാളെ ഒഴിവാക്കി വിട്ടത് മറ്റൊരു കാര്യം കൊണ്ടാണ്. അതായത് ഇയാളുടെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾ വളരെ മോശക്കാരനെന്ന് മനസ്സിലാക്കുകയും തനിക്ക് അങ്ങനെ ഒരു ഭൂമി ഇടപാട് നിങ്ങളുമായി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർശനമായി പറഞ്ഞുകൊണ്ട് ഇയാളെ മാറ്റി നിർത്തുകയായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ രാത്രിയും പകലും വന്നു പോകുന്നത് തൊട്ട അയൽവാസിയാണ്. അവർ ടീച്ചറുടെ വീട്ടിൽ നിന്ന് റോസമ്മയുടെ വീട് കാണാം. അത്തരത്തിൽ റോസമ്മയുടെ വീട്ടിൽ രാത്രിയും പകലും സെബാസ്റ്റ്യൻ വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. റോസമ്മ പറഞ്ഞ അതേ സമാനമായ മൊഴിയുടെ വിവരങ്ങൾ പറഞ്ഞു. JCB ഉപയോഗിച്ച് തെളിക്കുന്നത് താനും കണ്ടു, കുഴിയെടുക്കുന്ന ഒരു അസ്വാഭാവികത എനിക്ക് തോന്നി എന്ന് ടീച്ചർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസ്, ഇതെല്ലാം ബന്ധപ്പെട്ട് ഈ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘം തേടുമ്പോഴും സെബാസ്റ്റ്യൻ ഒരു കുലുക്കവുമില്ല എന്നുള്ളതാണ്. അതാണല്ലോ ശരണ്യ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇന്നലെ ശരണ്യ ആ ടീച്ചറിന്റെ പ്രതികരണം എടുക്കുമ്പോൾ ആ ടീച്ചർ ഉപയോഗിച്ച വാക്ക് തന്നെ സെബാസ്റ്റ്യൻ ഉഡായിപ്പാണ് എന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രദേശവാസികൾക്കൊക്കെ അത്തരത്തിലൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ആ ഉഡായിപ്പായിട്ടുള്ള സെബാസ്റ്റ്യൻ ഇപ്പോഴും അത് തുടരുന്നു എന്നാണോ ശരണ്യ നമുക്ക് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് മാസങ്ങളായി താൻ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മറ്റാരെങ്കിലുമൊക്കെ മൃതദേഹം കുഴിച്ചിട്ടതായിരിക്കാം എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. കൃത്യമായി ഈ പോലീസിന് വിവരങ്ങൾ നൽകാതിരിക്കുക, പോലീസിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അതാണോ ഇപ്പോഴും സെബാസ്റ്റ്യൻ തുടരുന്നത്?
സെബാസ്റ്റ്യൻ വളരെ കണ്ണിങ് ആയി തന്നെയാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യനെ സംബന്ധിച്ച് അഭിലാഷ് ഇന്നലെ അവിടെ രാവിലെ ഒരു 11:30 കൂടി സെബാസ്റ്റ്യനെ എത്തിച്ചു. സെബാസ്റ്റ്യൻ ഈ ചോദ്യം ചെയ്യൽ ഘട്ടത്തിലൊക്കെ തന്നെ സെബാസ്റ്റ്യൻ വീടിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് തൊട്ടിപ്പുറത്തെടുത്ത കുഴിയിൽ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടെത്തുമ്പോഴും സെബാസ്റ്റ്യൻ തനിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. താൻ മാസങ്ങളായി ഇവിടെ താമസമില്ലാത്ത ആളാണ്, ജസ്റ്റ് വന്നു പോവുക മാത്രമേ ഉള്ളൂ, ആളില്ലാത്ത പുരയിടമാണ്, ആർക്ക് വേണമെങ്കിലും എന്തും കുഴിച്ചിടാം എന്നുള്ള നിലപാടാണ് ഇന്നലെ ആ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴും ക്രൈംബ്രാഞ്ച് ആലപ്പുഴ SP ഷൗക്കത്ത് അലി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് പറയുന്നതും ഇത്രയും മുതിർന്ന ഉദ്യോഗസ്ഥരോട് പോലും അയാൾ പറയുന്നത് തനിക്കറിയില്ല, അത് മറ്റാരെങ്കിലും കൊണ്ടിട്ടതാകും എന്നുള്ള അതേ നിലപാട്. ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്റെ ഭക്ഷണവും ഒപ്പം തന്നെ മരുന്നിനെയും കുറിച്ച്, ഇൻസുലിനെയും കുറിച്ച് ഇയാൾ പറഞ്ഞു. പ്രമേഹ രോഗിയാണ്, ഇൻസുലിനെയും കുറിച്ച് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് അയാൾ പ്രയോറിറ്റിയായി പറയുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ പൊറോട്ട വേണം, ബ്രെഡ് വേണം, ഇങ്ങനെ ഇടവേളകൾ ഇയാൾ ആവശ്യങ്ങൾ ഉന്നയിച്ച അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇത് ഉന്നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ കഴിക്കുകയും ഇതൊക്കെ നേടുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് വൈകുന്നേരമായപ്പോൾ വിശ്രമിക്കേണ്ട ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇയാൾ തിരികെ കൊണ്ടുപോകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനപ്പുറത്തേക്ക് സെബാസ്റ്റ്യൻ ഇതുവരെ വാ തുറന്ന ജൈനമ്മയെ അറിയാമെന്നൊരു വാക്ക്, ജൈനമ്മയുമായി ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു കാര്യങ്ങളിലും അറിവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അയാൾ ഉറച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഫോൺ കണ്ടെത്തിയത്, ഈരാറ്റുപേട്ടയിൽ നിന്ന് ഫോൺ റീചാർജ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അയാൾക്ക് ഈ നമ്പർ റീചാർജ് ചെയ്യാൻ പറഞ്ഞു, താൻ റീചാർജ് ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലപാടിൽ. ആ ഫോൺ റിക്കവറി ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വർണം പണയം വെച്ചു എന്ന് പറഞ്ഞു, സ്വർണം ഉരുക്കി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു റിക്കവറി വന്നിട്ടില്ല. പിന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കാൻ എത്തിയത് മറ്റൊരാളാണ്, മനോജ് എന്ന് പറഞ്ഞ മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എത്തിയിട്ടുള്ളത്. പണം വാങ്ങാൻ, ഇതിൽ നിർണായകമായ ഒരു മൊഴിയുള്ളത് ഈ ജൈനമ്മയുടെ സ്വർണം വിറ്റ പണം വാങ്ങാനായി എത്തിയത് സെബാസ്റ്റ്യനാണ് എന്നുള്ള ജ്വല്ലറി ഉടമ സദാശിവൻ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്വേഷണ സംഘത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷണ സംഘത്തിൽ ഇപ്പോഴും സെബാസ്റ്റ്യൻ ഇത്രയും പ്രഗത്ഭരായ ഒരു ടീമിനെ വർഷങ്ങളായി എങ്ങനെയാണോ സെബാസ്റ്റ്യൻ കറക്കിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കറക്കുന്നത്. വളരെ ലാഘവ ബുദ്ധിയോടെ പോലീസ് എല്ലാം ചെയ്യുന്നത് വളരെ ക്രേസി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സെബാസ്റ്റ്യനാണ് ഈ ഘട്ടത്തിലും ഉള്ളത്. അഭിലാഷ്, യെസ്, അതാണ്. പോലീസിനെ കൂസാതെ മുന്നോട്ട് പോവുകയാണ് സെബാസ്റ്റ്യൻ. പ്രത്യേകിച്ച് തനിക്ക് അസുഖമുണ്ട്, പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി ഭക്ഷണവും മരുന്നുമൊക്കെ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ തിരോധാനം നിരവധിയാണ്. ബിന്ദു പത്മനാഭൻ, ഐഷ, ജൈനമ്മ, സിന്ധു, അങ്ങനെ നിരവധിയായ ആളുകളുടെ തിരോധാനമുണ്ട്. ഇതിൽ പങ്കുണ്ടോ സെബാസ്റ്റ്യൻ ഒരു സൈക്കോ കില്ലർ ആയിരുന്നു എന്നതിലേക്കാണ് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് പോലീസ്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഏതാനും ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. ആ ജില്ലകൾ ഏതൊക്കെ, അവിടുത്തെ സാഹചര്യം എന്തൊക്കെ, നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയാം. ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ, നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്, അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. കോഴിക്കോടിന്റെ നന്മ സ്നേഹവും നശിച്ചിട്ടില്ല. YG presents News 18 Anti-Drugs Awareness Campaign.
സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയുന്നത്. ഒരമ്മ എന്നോട് പറഞ്ഞതാ എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും. നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. കോഴിക്കോടിന്റെ നന്മ സ്നേഹവും നശിച്ചിട്ടില്ല. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇപ്പോൾ ശക്തമായ മഴ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ആ ജില്ലകൾ എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നിവയാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ എല്ലാം തന്നെ യെല്ലോ അലർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രവചനം. കനത്ത മഴയിൽ എറണാകുളത്ത് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ കലൂർ, ഇടപ്പള്ളി ടോൾ, കളമശ്ശേരി, മരട് തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്ന ഇടങ്ങൾ എല്ലായിടവും തന്നെ വെള്ളം കയറിയ സാഹചര്യം ആണ് ഉള്ളത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴയായിരുന്നു. അത് പുലർച്ചെയും രാവിലെയും ഒക്കെ പല ഭാഗത്തും തുടരുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. തൃപ്പൂണിത്തുറ, പേട്ട, താമരശ്ശേരി, കരീത്തറ റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണ അപകടവും സംഭവിച്ചിട്ടുണ്ട്. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനം ഈ കാറ് വെള്ളക്കെട്ടിൽ വീണു എന്നാണല്ലോ. പക്ഷേ ആളുകൾക്ക് അങ്ങനെ മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അഭിലാഷ, ആളുകൾക്ക് അതിൽ ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് അയാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. അവിടെ പേട്ട താമരശ്ശേരി റോഡ് എന്ന് പറയുന്ന അവിടെയാണ് ഉണ്ടായിരുന്നത്. അതായത് കനാലും ഒരു ഭാഗത്ത് റോഡുമുള്ള ഒരു ഭാഗത്തായിരുന്നു. അവിടെയാണ് വീണത്. എന്നാലും ഇപ്പോൾ ഒരു അപകടം അവിടെ ഒഴിവായിരിക്കുന്നു. ഇത് സമാനമായ സ്ഥിതി, അതായത് വെള്ളം നിറഞ്ഞിരിക്കുന്നൊരു സ്ഥിതിയാണ് പല ഭാഗങ്ങളിലും തന്നെ ഉള്ളത്. നമ്മളുള്ളത് ഇപ്പോൾ കലൂർ കടവന്ത്ര ഭാഗത്തിന് ഇപ്പുറത്തുള്ള സ്റ്റേഡിയം ലിങ്ക് റോഡിലാണുള്ളത്. സ്റ്റേഡിയം ലിങ്ക് റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്. ഇവിടെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. വലിയ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ എല്ലാം ഉള്ള റോഡിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. ഈ രീതിയിലേക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇരുഭാഗങ്ങളിലും 2 ഭാഗങ്ങളിലും ഇതുപോലെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇതിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണുള്ളത്. ഇരുചക്ര വാഹനങ്ങളുടെ കാര്യം ഇതിൽ അതിൻ്റെ ഒരു ഭാഗത്ത് റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നിർമ്മാണത്തിലുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് വെള്ളക്കെട്ട് കൂടി വന്നതോടെ ആളുകൾക്ക് ഇതിലൂടെ പോകുന്നവരെ ഏത് സമയവും ഈ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങളുണ്ട്. ഇരുഭാഗത്തും റോഡിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് പലയിടങ്ങളിലും കളമശ്ശേരിയും അതോടൊപ്പം തന്നെ ഇടപ്പള്ളിയിലും വടുതലയിലുമെല്ലാം ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. തൃപ്പൂണിത്തുറ, പേട്ട ഭാഗങ്ങളിലാണ് കൂടുതലായും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ മഴയുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഇത്ര പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരവസ്ഥയൊന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിന്നു. ഇന്നും മഴ ഒഴിഞ്ഞിട്ടില്ല. മഴ തുടരുന്നുണ്ട്. ശക്തി കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ രീതിയിലുള്ളൊരു സ്ഥിതിയാണ് എല്ലായിടത്തും ഉള്ളത്. റെഡ് അലർട്ടാണ് ഇന്ന് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
പക്ഷേ വിദ്യാലയങ്ങൾക്ക് ഇന്നലെ വലിയ മഴയില്ലായിരുന്നുകൊണ്ട് വിദ്യാലയങ്ങൾക്ക് അവധി നൽകേണ്ട രീതി ഇല്ല എന്ന വിലയിരുത്തലിലേക്ക് പോയിരുന്നു. പക്ഷേ ഇന്ന് അർദ്ധരാത്രിയോടെ കാര്യങ്ങൾ മാറി വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ശക്തമായ രീതിയിൽ തന്നെ മഴ തുടർന്നു ഒരു സാഹചര്യം തന്നെയുണ്ട്. തീരമേഖലകളിലേക്ക് വരുമ്പോൾ അവിടെയും വെള്ളക്കെട്ട്, ഈ തിരകയറ്റം, ഇതെല്ലാം തന്നെ കടലാക്രമണം എല്ലാം തന്നെ രൂക്ഷമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വെയിലേറ്റമുള്ള ഒരു സമയം കൂടി ആകുമ്പോൾ അത് കടൽ കയറ്റം രൂക്ഷമായിരിക്കുന്നു. ഈ രീതിയിലാണ് എറണാകുളം നഗരത്തിലേക്ക് വരുമ്പോഴും എല്ലാം തന്നെ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് അഭിലാഷ്. യെസ്, ഇതാണ് വെള്ളക്കെട്ടിൻ്റെ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് എറണാകുളത്തെ നഗരഹൃദയം എന്ന് തന്നെ പറയാവുന്ന ഇടങ്ങളൊക്കെ അടിയിലേക്ക് പോകുന്നു. അതായത് ഒരു മണിക്കൂറുകൾ പെയ്താൽ, അതിശക്തമായി പെയ്താൽ ഇതാണ് സാഹചര്യം. ഡാനി നിൽക്കുന്നത് തന്നെ കലൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള റോഡിൽ ആണ്. അവിടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു. അതിൽ തന്നെ ഈ 2 വീലറൊക്കെ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ ഭയപ്പാടാണ്. കാരണം അതിൽ ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വലിയ അപകടത്തിന് കാരണമാകാം. പിന്നീട് 1 വേ സംവിധാനമൊന്നും, അല്ലെങ്കിൽ പാത 2 വരിയാണ് എങ്കിൽ പോലും അതൊന്നും സാധ്യമാകാത്ത സാഹചര്യം. അങ്ങനെയൊക്കെ വാഹനങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കയറി വരുന്ന സാഹചര്യം. അങ്ങനെ വലിയ പ്രതിസന്ധിയും ഗതാഗത കുരുക്കും ഒക്കെ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അവധിയില്ല. ഏതാണ്ട് മുട്ടോളം തന്നെ വെള്ളം പല സ്ഥലത്തും കെട്ടിക്കിടക്കുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് മണ്ണാറക്കാട് ആനല്ലൂർ ഭാഗത്ത് കനത്ത മഴ തുടരുകയാണ്. എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇനിയും വരും ദിവസങ്ങളിലും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് ആളുകളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് മലയാളി സിസ്റ്റർമാരുടെ അറസ്റ്റായിരുന്നു. അവർ മോചിപ്പിക്കപ്പെട്ടു എങ്കിലും അതിൻ്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട അവകാശ തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സഭ നേരിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്ന് BJP തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP തുടരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being, it is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക അറിയുന്നത്? ഒരമ്മ എന്നോട് പറഞ്ഞതാ, എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ, നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഈ സ്റ്റേജ് കാണുമ്പോൾ ഭയങ്കര കൊതിയാവുന്നു. ഞാനെന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അതൊരു തന്ത വൈബായി പോകും. നോ പറയേണ്ടത് നോ തന്നെ പറയണം. ജസ്റ്റ് സേയിങ് നോ ടു ഡ്രഗ്സ്. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവില്ല. കോഴിക്കോടിന്റെ നന്മ സ്നേഹവും നശിച്ചിട്ടില്ല. YG presents News 18 Anti-Drugs Awareness Campaign. സമൂഹത്തെയും വ്യക്തികളെയും നശിപ്പിക്കുന്ന തിന്മകൾ തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇതൊരു പോരാട്ടമാക്കി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. As a human being,
It is our duty to look after everyone. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10% മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മക്കളാൽ എപ്പോഴാണ് കൊല്ലപ്പെടുക എന്നറിയുന്നത്. ഒരമ്മ എന്നോട് പറഞ്ഞതാ എന്റെ മകൻ ഇപ്പൊ കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാ. ഭീകരമായ ഒരു വ്യാളിയിലാണ് നമ്മുടെ യുവാക്കൾ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അരുതരുതു മക്കളെ നിങ്ങൾ ഈ വഴിയിലൂടെ അറിയാതെ പോലും നമ്മൾ ഇതുവരെ എങ്ങനെ ജീവിച്ചു കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നൊരു നമ്മൾ നമ്മുടെ ലൈഫിനെയാണ് സ്പോയിൽ ചെയ്യുന്നത്. ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായി ഉണ്ടായ മുറിവ് ഉണക്കാൻ BJP. വിവിധ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ എന്നിവരെ ഇന്നലെ തന്നെ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ജാമ്യം ലഭിച്ചതോടെ സഭയും അയഞ്ഞ നിലപാടിൽ ആണ്. സഭ നടത്തിയ സമരങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായി എന്നതാണ് BJPയുടെ ആരോപണം. ശ്രീജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമം അത് വലിയ പരിധിവരെ ഫലം കാണുന്നുവെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിരുന്ന പശ്ചാത്തലം. പക്ഷേ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അതിനൊരു തിരിച്ചടിയായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ മുറിവുണക്കുക എന്നാണ് BJP ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? എന്ത് നീക്കങ്ങളാണ് തുടരുന്നത്? അഭിലാഷ, വലിയൊരു ശ്രമത്തിലൂടെയാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം ലഭിച്ചത്. അതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കാതിരുന്നത് എന്നുള്ളതാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ അതിനുശേഷവും പല ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും അതിരൂക്ഷമായി BJP വിമർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ വലിയ സമരങ്ങൾ, സമീപകാലത്തൊന്നും സഭ നടത്താത്തതുപോലുള്ള സമരം BJPക്കെതിരെ ഫലത്തിൽ വരുന്ന നിലയിലുള്ള സമരങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അത് BJPക്ക് ഒരു വലിയ തിരിച്ചടി ആയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അവരെ സംബന്ധിച്ചുണ്ട്. അത് പരിഹരിക്കുക, അതായത് ഈ വലിയ ശ്രമം നടത്തിയത് BJP നടത്തിയതുകൊണ്ടാണ് ഫലത്തിൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്ന് സഭകളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് BJP ഫലത്തിൽ നടത്തുക. അത് ഏതാണ്ട് എല്ലാ ബിഷപ്പുമാരെ നേരിട്ട് കാണാനാണ് ശ്രമം. ഇന്നലെ അനൂപ് ആന്റണി ഡൽഹിയിലാണുള്ളത്. തിരുവനന്തപുരത്തുള്ള ഷോൺ ജോർജിന് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ചുമതല നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷോൺ നേരത്തെയും സഭകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഷോണിന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഈ ക്ലിമീസ് കാതോലിക്ക ബാവ, അതായത് മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെ അദ്ദേഹം കണ്ടിരുന്നു. തട്ടിൽ പിതാവ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇന്ന് ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നെയ്യാറ്റിങ്കര രൂപത, അങ്ങനെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്താനാണ് തീരുമാനം. അങ്ങനെ ഓരോ ദിവസവും പല ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിലൊരു എഫർട്ട് ഇതൊക്കെയാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുത്തി അവരുടെ ഒരു പിണക്കം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിൽ ഇന്നലെ ഷോൺ ജോർജ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ സഭകളുടെ സമരത്തിലടക്കം തീവ്ര മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചില സംഘടനകളുടെ ആളുകൾ സമരങ്ങളിൽ, ജാഥകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതൊരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ്. അതും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഉള്ള ശ്രമം നടത്തുമെന്നാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ചെറിയ സംഘത്തെ തന്നെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധവും അവിടെ നിൽക്കുന്നുണ്ട്. ഫലത്തിൽ പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തിരിച്ചടി, താൽക്കാലിക തിരിച്ചടിയാണെങ്കിലും അത് ഭാവിയിൽ BJPക്ക് തന്നെ ഗുണമാകും എന്നുള്ളതാണ്. ആളുകൾ, ഈ സഭകൾക്ക് കാര്യം ബോധ്യപ്പെടും എന്ന ചിന്ത തന്നെയാണ് BJPയെ സംബന്ധിച്ചുള്ളത്. അപ്പുറത്തുള്ള ഹൈന്ദവ സംഘടനകൾക്കും അത്തരത്തിൽ ബോധ്യപ്പെടുമെന്നുള്ള ചിന്ത തന്നെയാണുള്ളത്. എന്തായാലും വളരെ തിരക്കിട്ട ശ്രമങ്ങളാണ് BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. അതുകൂടിയുള്ളത് കൊണ്ടാണ് കോൺഗ്രസും CPM ഒക്കെ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തതെന്ന് BJP വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവ് വളരെ വേഗത്തിൽ ഉണക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അനിവാര്യമാണ്. അഭിലാഷ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മുറിവുകൾ ഉണക്കുക. അതിനുള്ള കഠിനമായ ശ്രമം തന്നെയാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടുമിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ. ദിയ കൃഷിയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ അറസ്റ്റിലായ ജീവനക്കാരെ കൊണ്ട് തട്ടിപ്പ് നടത്തിയ രീതി പുനരാവിഷ്കരിച്ച ക്രൈംബ്രാഞ്ച് സംഘം. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ ആയിരുന്ന 2 പ്രതികളെ
കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെയാണ് തട്ടിപ്പ് നടത്തിയ രീതി ഇവർ വിവരിച്ചത്. ന്യൂസ് 18 ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കാണ്. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ബുട്ടീക്കിൽ എത്തിച്ചാണ് മുൻ ജീവനക്കാരും തട്ടിപ്പ് കേസിലെ പ്രതികളുമായ വിനീത, രാധാകുമാരി എന്നിവരുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. മാസ്ക് ധരിച്ച് മുഖം മറച്ചിരുന്ന പ്രതികൾ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. QR കോഡ് മാറ്റി സ്ഥാപിച്ച് സംശയങ്ങൾക്കിടകൊടുക്കാതെ തട്ടിപ്പ് തുടർന്നതെങ്ങനെയെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയോട് പ്രതികൾ വിശദീകരിച്ചത് ഇങ്ങനെ. ഐറ്റം ഈ ഓരോ ഐറ്റത്തിനും ബാർകോഡ് അങ്ങനെ വല്ലതും ഉണ്ടാവും? ഒന്നുമില്ല. അതെങ്ങനെയാ പ്രൈസ് വെബ്സൈറ്റ് അവിടെ അയച്ചു തരും. ഇത് പിന്നെ മറ്റേ സ്കാൻ ചെയ്ത് മേടിക്കുന്നത് അല്ലേ? കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ ഈ ബില്ല് ചെയ്യുമ്പോൾ അതിൽ കസ്റ്റമറിന്റെ പേര് എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. കസ്റ്റമറുടെ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ അതിൽ ഇതിൽ ഈ ബില്ല് എന്തൊക്കെ റെക്കോർഡ് വരും നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ? സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് സാക്ഷിമൊഴികളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ജോലിക്ക് വരുന്നുണ്ടോ? ഇവർ രണ്ടുപേരല്ലേ കണ്ടിട്ടുണ്ടല്ലോ? പേരറിയോ? കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ കയറി വരുന്നത് നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? ഇപ്പൊ സാധനങ്ങൾ നോക്കാനായിട്ട് വിശദമായ പരിശോധനയ്ക്കായി സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളുടെ രജിസ്റ്ററുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുമ്പോൾ ഇരു പ്രതികളുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഏതുമില്ലായിരുന്നു. ഇത് അന്വേഷണ സംഘത്തെയും അമ്പരിപ്പിച്ചു. തട്ടിയെടുത്ത പണം യുവതികൾ നിക്ഷേപിച്ച വലിയതുറയിലെ ബാങ്ക് ശാഖകളിലും ക്രൈംബ്രാഞ്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് 15-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും വീറും വാശിയുമുള്ള പോരാട്ടവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിലായിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അമ്മയിലെ ഒരു വിഭാഗം നടിമാർ. കുക്കു പരമേശ്വരന്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ അത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ജീവന് തന്നെ ഭീഷണിയാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതിനിടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കുവിന് എതിരായ വിവാദം ആസൂത്രിതം ആണ് എന്ന് നടി മാല പാർവതി പ്രതികരിച്ചു. ബാബുരാജിനെ പ്രകീർത്തിച്ച് സംസാരിക്കുന്ന ഉഷ ഹസീനയും പൊന്നമ്മ ബാബുവും ഉയർത്തിയ ആരോപണം അമ്മയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രം എന്നാണ് വിമർശനം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് തന്ത്രമാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കുക്കു പരമേശ്വരനാകട്ടെ ഈ മെമ്മറി കാർഡ് കളഞ്ഞുപോയി എന്ന തരത്തിലുള്ള നിലപാടിലും ആണല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇതിപ്പോൾ ഇവർ തന്നെ ചേരിയായി തിരിയുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അഭിലാഷ്, ഈ സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞു, അതായത് ഈ മെമ്മറി കാർഡും അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും ഒക്കെ ചേർന്നത് ഈ മീറ്റു ആരോപണങ്ങൾ വന്ന സമയത്തായിരുന്നു. 2018 കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അമ്മയിൽ പല പൊട്ടിത്തെറികളും ഉണ്ടായി. ആ സമയങ്ങളിലൊന്നും ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാൻ ഈ വനിതാ താരങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പ്രകടിപ്പിക്കാൻ വനിതാ താരങ്ങൾ ആരും തന്നെ തയ്യാറാകുകയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഒരു വേദിയിലും നടന്നിട്ടില്ല. പെട്ടെന്ന് അമ്മയുടെ തിരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ബാബുരാജ് പിന്മാറണം, ആരോപണ വിധേയനായിട്ടുള്ള ബാബുരാജ് പിന്മാറണം എന്ന് പറയുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു മെമ്മറി കാർഡിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുന്നതും അല്ലെങ്കിൽ കുക്കു പരമേശ്വരനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ചില നടിമാർ രംഗത്തെത്തുന്നതിനുമൊക്കെ വളരെ ആശങ്കയോടുകൂടിയും സംശയത്തോടു കൂടി തന്നെയാണ് നടി മാല പാർവതി നോക്കിക്കാണുന്നത്. ഇത് ബാബുരാജ് അയക്കുന്ന സംഘമാണോ കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്? മറ്റൊരു വേദിയിലും ഈ മെമ്മറി കാർഡിനെ കുറിച്ച് സംസാരിക്കുകയോ പരാതിയുമായി മുന്നോട്ട് പോകാനോ തയ്യാറാകാത്ത നടിമാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട
പരസ്യ പ്രസ്താവനകളൊക്കെ നടത്തുന്നതെന്നാണ് മാലാ പാർവതി രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒപ്പം നടി ഉഷ ഹസീനയോടും ഈ ദിവ്യ എസ് അയ്യരുടെയും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നമ്പർ ഇട്ട് കൊടുത്തിട്ട് അവരെ ഇക്കാര്യം അറിയിക്കണം, ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണെന്ന് പറഞ്ഞിട്ട് പോലും ഉഷ ഒരു നിയമ നടപടിയുമായി പോകുവാനോ ഈ പറയുന്ന ആരെയുമായി ബന്ധപ്പെടുവാനോ ഒന്നും തയ്യാറാകാത്തത് ദുരൂഹമായി തുടരുന്നു എന്നുകൂടി മാലാ പാർവതി പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രിയങ്കയും ഉഷയും മറ്റ് പൊന്നമ്മ ബാബു ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ കുക്കു പരമേശ്വരനെതിരെ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുക്കു പരമേശ്വരൻ ഇപ്പോൾ ആ മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന ലാഘവത്തോടെയാണ് പറയുന്നത്. അതിൽ നിരവധി സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുകൂടിയാണ് ഇവരുടെ. തീർച്ചയായും താരസംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങൾ. ഇതൊരു സംഘടനയുടെ തെരഞ്ഞെടുപ്പല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. പക്ഷേ നമ്മളെ എല്ലാവരെയും ഏറെ സ്വാധീനിക്കുന്ന കലാരൂപം എന്നത് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ താരങ്ങളൊക്കെയായി കണക്കാക്കുന്നു. സിനിമയിലാകട്ടെ ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ്, അതിനിടെയുണ്ടാകുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയം, ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തുവരികയാണ്. അതിനിടയിലായിരുന്നു ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കോൺക്ലേവ് നടന്നത്. അവിടെ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം അടക്കം വലിയ തോതിൽ ചർച്ചയാകുന്നു. അങ്ങനെ സിനിമ ഇപ്പോൾ മലയാളികളുടെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ ഇനി വിശദമായി ചർച്ച ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 ൽ TG സജിത്ത് ചേരും. നമസ്കാരം.